ആ കാണുന്ന ഡാമിൻ്റെ ഷട്ടറാണ്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഞാൻ പറഞ്ഞ ചാക്കട ഇട്ടത് നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിരുന്നത്. ഫുഡ് കഴിച്ചിട്ട് ഈ ചേച്ചിൻ്റെ കടയാണിത്. ഇവിടെ വന്നിട്ട് നമ്മളിതാ ചേച്ചിക്ക് നമ്മളെ ഇവിടുത്തെ ഓരോ സാധനത്തിൻ്റെ പേര് പറഞ്ഞുതരും. എന്നിട്ട് അതിൻ്റെ മലയാളം മംഗ്ലീഷിൽ നോട്ടുകൾ എഴുതി കൊടുക്കലാ പണിയിട്ട്. വെള്ളം കണ്ടില്ല, അവിടെയൊക്കെ ചെറിയ ആഴം കാണുന്നുണ്ട്, പക്ഷെ സേഫാണ്. പോയി ഇവിടുത്തെ മാർക്കറ്റാട്ടാ, ഫുള്ള് തെരുവിലാണ് പരിപാടി. ഏറ്റവും കൂടുതൽ ഇവിടെ എന്താണെന്ന് പറയുക, പച്ചക്കറിക്കായും കൂടെ അടക്ക, വെറ്റില, പോല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ. വില്ലേജ് വൈബ്സിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മേഘാലയ ആസാം ബോർഡറായ ഷോപ്പായി തന്നെ സ്ഥലത്തായിട്ടാണ്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ടെൻ്റ് അടിച്ച് പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ വ്ളോഗ് ചെയ്തിട്ടില്ല. കാരണം ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, നമ്മൾ കുത്തിയച്ച് കൊടുത്തും ചാർജ് കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വ്ളോഗ് ചെയ്യാതെ പോകുന്നു, കുറച്ച് ചാർജ് തന്നെ ലൊക്കേഷനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 90 കിലോമീറ്ററുള്ള യാത്ര ഇപ്പോൾ ഷോപ്പായി തന്നെ സ്ഥലത്തെത്തി നമ്മൾ സ്റ്റേ എടുത്തായിരുന്നു. സ്റ്റേ എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈവേ മാറിയിട്ടുള്ള ഉൾറോട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റേ ഒന്നും പിന്നെ കിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് ഒരു ഹിമാനി റിസോർട്ട് എന്ന റിസോർട്ടേ കണ്ടത്. ഇവിടെ എത്തിയപ്പോൾ 2000 രൂപക്ക് റൂമുണ്ട്, 1000 രൂപക്ക് റൂമുണ്ട് കാരണം നിങ്ങൾക്ക് ടെൻറ്റ് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ടെൻറ്റ് അടിച്ചോളിന്നാണ്. പക്ഷെ നമ്മൾ ഓൾറെഡി 4 ദിവസം ടെൻറ്റ് കിടന്ന കാരണം ഒന്ന് അതുപോലെ കട്ടുമ്പോൾ നീർന്ന് എടുക്കാനുള്ള ആഗ്രഹം നമുക്ക് റൂം വേണമെന്ന് പറഞ്ഞാൽ ആ 2000 റൂം നമുക്ക് 1000 കിട്ടി തന്ന് ലാസ്റ്റ് മൂപ്പര്. പക്ഷേ ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, അത് വലിയൊരു പ്രോപ്പർട്ടിയാണ്. വലിയ തന്നെ ഏക്കർ കണക്കിൻ്റെ സ്ഥലത്ത് ഡാമിൻ്റെ സൈഡിലാണ് ഈ പ്രോപ്പർട്ടികൾ ഇട്ട. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ നമ്മളിപ്പോൾ ഇന്ന് രാരം വെളുത്തിൻ്റെ ശേഷം ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ നല്ലൊരു ഗ്രാമപ്രദേശത്ത് നിൽക്കണം. അപ്പോൾ നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കാൻ നേരത്തെ ഞാൻ അവിടുത്തെ ഗ്രാമമൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചില്ല, പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ വ്ളോഗ് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് എടുക്കട്ടോ. അപ്പോൾ ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു പൂളുണ്ട്, ഞങ്ങൾ കുറേ ഇങ്ങനെ നടന്നു വന്നാണ്. പൂളിൻ്റെ കാഴ്ച ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഇതൊരു ഡാമിൻ്റെ സൈഡാട്ടോ, ആ കാണുന്ന ഡാമിൻ്റെ ഷട്ടറാണ്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇവിടെ നമ്മളെ പൂൾ വരണം. പൂളിൽ നിന്നുള്ള വ്യൂ ഞാൻ പിന്നെ ഒന്ന് കാണിച്ചു തരാം. അതിന് മുന്നേ ജസ്റ്റ് ഡാം ഒന്ന് കാണിക്കാം. വെള്ളം നോക്കണം, നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. ഇങ്ങനെ ഓളം വിട്ടുന്ന സൗണ്ട്. ഇവിടെ വേറെ ഒരാളും ഇല്ല. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ എത്ര പൈസ ഇങ്ങനത്തെ സ്ഥലത്ത് താമസിക്കാനെന്ന് അറിയാം. അത് കാശിരംഗ നാഷണൽ പാർക്കിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. ഇവിടുന്ന് ആസാമിൻ്റെ ബോർഡർക്ക് ഇനി 5 കിലോമീറ്റർ ഉള്ളൂ, 5 മിനിറ്റ് ഉള്ളൂ. 5 കിലോമീറ്ററിൽ 5 മിനിറ്റേ യാത്ര ഉള്ളൂ. കണ്ടോ വെള്ളത്തിൻ്റെ ക്ലിയർ ആക്കണി. പക്ഷെ ഇവിടെയൊക്കെ ആയം കുറവാണ്, അങ്ങോട്ട് ആയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചെറിയൊരു തുരുത്ത് അതവിടെ കാണുന്നു. ഒരു കിടിലം സ്ഥലട്ടാ. ഞാൻ ജസ്റ്റ് ഒരു പൂളൊന്ന് കാണിച്ചു തരാം. പൂൾ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ല, പൂളിൻ്റെ വ്യൂ കാണിച്ചു തരാം. പിന്നെ ഇവിടുത്തെ റൂമും കോട്ടേജും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇതിനുള്ളിൽ വാഹനത്തിൽ യാത്രയാണ്, എന്നാലും ഒരു തലക്കുന്ന മറ്റേ തലക്ക് എത്താൻ പറ്റുള്ളൂ. ഈ കാണാനാണ് പൂള്. ഈ വ്യൂ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. പക്ഷേ ഇതല്ല, ഇപ്പോൾ ഈ കാണുന്നതാട്ട പൂള്, സ്വിമ്മിങ് പൂൾ എന്ന് പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ ഈ വ്യൂ നോക്കുകയാണെങ്കിൽ ആകെ ബ്ലൂ, ആകാശം ബ്ലൂ, ഡാമിൻ്റെ കളറ്, ഈ പൂളിൻ്റെ കളറ് നോക്കുകയാണെങ്കിൽ എന്ത് രസം എന്നറിയാം. അതിലിങ്ങനെ ഒന്ന് കുളിക്കാൻ നീന്തണം. എന്തായാലും കുറച്ചൊക്കെ ഒന്ന് നീന്തണം. ഇങ്ങനൊരു വൈബ് സ്ഥലത്ത് നീന്തിയില്ലെങ്കിലേ നഷ്ടമല്ലേ. ഫ്ലാഗും ഡാമും പൂളും ആകാശം അവിടുത്തെ കാടുകളൊക്കെ കൂടി വേറൊരു ഭംഗിട്ടാണ്. ഇവിടെ ഉണ്ട് ഹിമാനി റിസോർട്ട് എന്ന ബോർഡും കാര്യങ്ങളൊക്കെ. അവിടെ ഒരു കോട്ടേജ് ഉണ്ടാ, അതാ ആ കോട്ടേജ് നമുക്ക് തന്നത് 1000 രൂപ കിട്ടുക. പക്ഷെ അവിടെ എന്താണ് ടോയ്ലറ്റ് കുറേ വിട്ടാണ്. പക്ഷേ ടോയ്ലറ്റ് ഇപ്പോൾ ഗസ്റ്റ് കുറവാണ്. അപ്പോൾ ടോയ്ലറ്റൊക്കെ ഒരു വൃത്തിയില്ലാതെ കിട്ടണം. അപ്പോൾ നമ്മളത് ഉപയോഗിച്ചില്ല. നമ്മൾ അപ്പുറമുള്ള റൂം നമ്മൾ ഉപയോഗിച്ചിട്ട്. പക്ഷേ ഇത് നല്ലൊരു വൈബായിരുന്നു. മൂപ്പര് നമ്മോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ ടെൻ്റ് അടിച്ചോളി നിങ്ങളെന്നാ. ഏതെങ്കിലും ഒരു റിസോർട്ടിൽ വന്നിട്ട് അവർക്ക് കിട്ടുന്ന പൈസ ഒഴിവാക്കി നമ്മൾ ടെൻ്റ് അടിക്കാൻ പോരാ. പക്ഷേ മൂപ്പര് ഭയങ്കര മനുഷ്യൻ. കേരളത്തിൽ നിന്ന് വന്നാൽ നിങ്ങൾ ടെൻ്റ് അടിച്ചോളും, ഇവിടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ. പക്ഷെ നമ്മൾ ഓൾറെഡി 4 ദിവസം ടെൻ്റ് കിടന്നപ്പോൾ ഒന്ന് ഫുബയിലൊക്കെ അല്ലുമ്പോൾ ചാർജ് ഒന്ന് കൈയും കാലും നിർത്തി കിടക്കാൻ വേണ്ടിയിട്ട്. ഇത് ജസ്റ്റ് ഒരു കവാടാണ്. പോവാ ജോനെ ഇവിടുന്ന് വാ. ഞങ്ങൾ കുറേ റൂം അപ്പുറത്താണ്. ഞങ്ങൾ വാഹനത്തിൽ നമ്മൾ ബൈക്കിട്ട് വന്നാണ് കണ്ട്. ഇവിടെ രാത്രിയൊക്കെ ആണെങ്കിൽ വേറൊരു വൈബാട്ടാ, ഫുള്ള് ലൈറ്റും കാര്യങ്ങളുമാണ്. ഒരു മനുഷ്യൻ ഇവിടെ ഗസ്റ്റ് കുറവാണ്. ഇതെന്താ പറയുന്നത്, അധികം ടൂറിസ്റ്റുകൾ വരേണ്ട സ്ഥലമല്ല. പിന്നെ മൂപ്പര് ഇത് പുതിയതായിട്ട് ഓപ്പൺ ആക്കിയാനോ അല്ലാതെ ആർക്കും അറിയില്ല. ഇങ്ങനെ ഞാൻ സൗണ്ട് ഉണ്ടാക്കാതെ നിന്ന് കഴിഞ്ഞാൽ ഈ വെള്ളം ഓളം മുട്ടുന്ന സൗണ്ട് മാത്രമേ ഇവിടെ ഉള്ളൂ. കണ്ടില്ലേ, ഇതൊക്കെ ഇവിടെ ഉള്ളവർക്ക് അറിയണമെങ്കിലല്ല. ഷിലോങ്ങിലൊക്കെ പറഞ്ഞാൽ മിനിമം ചെറിയ റൂമിന് 2500. ഇങ്ങനത്തെ ഒക്കെ ഒരു സ്ഥലത്താണെങ്കിൽ 5000 റുപ്യ 6000 റുപ്യ ഏറ്റവും ചുരുങ്ങിയ കൊടുക്കണം. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇതിട്ടാ. ഇവിടെ ചെറിയൊരു വാച്ച് ടവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മൂപ്പര്. ഈ മരത്തുമൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും ലൈറ്റും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ആ വീട് അതൊരു തോണി എന്താ മീൻ പിടുത്തം എന്താ നടക്കുന്നുണ്ട്. ഡാമിൻ്റെ തോണീൻ്റെ വർക്ക് എന്താ നടക്കുന്നത്. ഞാൻ സൂം ഇട്ടാണ്.
ഒരുപാട് ലോങ് ആട്ടെ കാണിച്ചു തരാം. വൈഡ് ആംഗിൾ ഇടുമ്പോൾ മനസ്സിലാവും എത്ര ലോങ് ഇരുന്നുള്ളത്. അത് ഇതിൻ്റെ ഒരു കവാടം. ഇതൊന്നുമല്ല, ഇവിടുന്ന് ഒരുപാട് പോകണം. നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്തിട്ട് വന്നാണ്. ഒരുപാട് പോവാണ്ട്. ഇങ്ങനെ ഈ പ്രോപ്പർട്ടീൻ്റെ ഇടയിലൂടെ പല സ്ഥലത്തേക്കും റോഡുകളുണ്ട്. ഇതേപോലെ ഇവരുണ്ടാക്കിയിട്ട് ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിസോർട്ടിലേക്കുള്ളവരെ മാത്രമേ ഇങ്ങോട്ട് കയറ്റി വിടുള്ളൂ. നോക്കാൻ 1000 രൂപക്ക് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ താമസിക്കാൻ പറ്റി വരുമ്പോൾ ലാഭമല്ല നമുക്ക്. ഈ ഫ്രെയിം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു എഡിറ്റിങ് ഒരു എഫക്റ്റും അല്ല കേട്ടോ. ഞാൻ വേണേൽ കൈകൊണ്ട് ഇതിമൊരു ഒരു എഫക്റ്റും ഇല്ല. ഇത് ഈ കാണുന്ന എടുത്ത അതേ വിഷ്വലാണ്. ഈ ആകാശത്തിൻ്റെ ഒക്കെ കളർ തന്നെയാണ് ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞ ആ കോട്ടേജ് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരട്ടാ. പിന്നെ നമുക്ക് പെഡൽ ബോട്ട് ഉണ്ട്. ഇതൊക്കെ ഇതിൽ പെട്ടതാണ്. പക്ഷെ നമുക്ക് വെയിലായ കാരണം പെഡൽ ബോട്ടൊന്നും ഇപ്പോൾ ആവശ്യമില്ല. ഡാമിൽ എന്താണ് ഞാൻ പറഞ്ഞ കോട്ടേജ് നേരത്തെ കാണിച്ചു തന്നില്ല നിങ്ങൾക്ക്. അവിടുന്ന് സൂം ചെയ്താൽ. പക്ഷെ ഇവിടെ നിന്ന് കൂടി ഫ്രെയിം നോക്കണി. ആ കോട്ടേജിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ അതിൻ്റെ മുന്നിലൊക്കെ ടെൻ്റ് ഇട്ടാൽ കിട്ടുന്ന വ്യൂ എന്താണെന്നറിയോ? ഈ ഡാം. ഈ സ്ഥലപ്പേര് കണ്ടിട്ടാ, അതിലായി ഷപ്പായി. ഇതിൻ്റെ അകത്തേക്ക് മുളയിട്ട് തടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വണ്ടി വിടും, നമുക്ക് ആവശ്യത്തിൻ്റെ വണ്ടി ഉണ്ടാവാം. ഇതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ കാശിരംഗ നാഷണൽ പാർക്കിൻ്റെ ഭാഗമാണ്. പക്ഷേ കാശിരംഗയ്ക്ക് ഇവിടുന്ന് അത്യാവശ്യം കുറച്ചും കൂടി യാത്ര ചെയ്യാണ്ട്. അപ്പോൾ നമ്മളെ റൂം വെക്കണം അങ്ങോട്ട് പോകട്ടോ. അതൊക്കെ ഇതിൻ്റെ ഈ പ്രോപ്പർട്ടി പെട്ട സ്ഥലങ്ങളാട്ടോ. അങ്ങനെ യാത്ര ആണെങ്കിൽ വാഹനങ്ങൾ വേണം. കാരണം കുറേ ലോങ് ആയിട്ടാണ് എല്ലാ സംഭവം ഉള്ളത്. ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്ക് നല്ല പ്രൈവസി കിട്ടുന്ന സ്ഥലമായിട്ടത്. പക്ഷെ നമ്മളെ നാട്ടിൽ നിന്നും ഇതിനായിട്ട് ഇവിടെ നിൽക്കാനായിട്ടുണ്ട് വരല ഒക്കൂല. മേഘാലയൊക്കെ വരണമെങ്കിൽ ഭാഗത്ത് വന്ന് താമസിക്കാം. ഡാമിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ തോണി അതാ അവിടെ അതിൻ്റെ അടുത്തെത്തിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണില്ല. ഇവിടെ മണലുണ്ട് നല്ല. ഇന്നലെ തന്നെ മണൽ ഉയരാൻ പോയിട്ടുണ്ട് നമ്മൾ. അപ്പം നമ്മളിതാ കുറച്ചിങ്ങനെ യാത്ര ചെയ്തിട്ട് ഈ ഇടത് ഭാഗത്ത് കാണുന്ന കോട്ടേജ് ഉണ്ടല്ലോ, ഇതിലായിട്ട് നമ്മൾ താമസിക്കണത്. ഈ കാണുന്നതൊക്കെ പ്രൈവറ്റ് ഇതിലേക്ക് വരുന്ന വഴികളാട്ടാ. ഇവിടെയൊക്കെ മീൻ പിടിക്കാനുള്ള ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ചൂണ്ടലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ താമസിക്കുന്നത് ഇതാ അതിലാണ്. അപ്പോൾ ഇതാണ് നമ്മളെ കോട്ടേജ് ഇട്ടാ. ഇത് 2000-ൻ്റെ ആണ്. നമുക്ക് 1000-ന് തന്നു മൂപ്പര്. നമ്മളിങ്ങനെ കേരളത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് ഉള്ളൊന്നും ഞാൻ കാണിക്കുന്നു. ഉള്ളാകെ അലങ്കോലായി എടുക്കാണ്. ഞങ്ങളെപ്പോഴത്തെ ഒരു മാതളനാരങ്ങ കൂടുന്ന് പൊളിച്ചതാണ്. അതിൻ്റെ വേസ്റ്റൊക്കെയാണ് ഈ കാണുന്നത്. ഇനി അതിലിവിടെ നല്ല ഗ്രാമങ്ങളാട്ടോ. ഇവിടെ ഉള്ള ചെറിയ മൺവീടും അങ്ങനത്തെ ഒക്കെ ആയിട്ടുള്ള അങ്ങോട്ട് ചായ എടുക്കാൻ പോയി കടക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇറങ്ങുമ്പോൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെയൊക്കെ തന്നെ നമ്മളെ ഈ റൂമിൻ്റെ അടുത്തൊക്കെ ഇതാണ് ഡാമിൻ്റെ ഭാഗങ്ങളാട്ടോ. റിസർവയറിൻ്റെ ഭാഗങ്ങളാണ്. നമ്മള് റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഞാൻ പറഞ്ഞ ചാക്കട ഇട്ടത്. നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിരുന്നത്. ഫുഡ് കഴിച്ചിട്ട് ഈ ചേച്ചിന്റെ കടയാണിത്. ഇവിടെ വന്നിട്ട് നമ്മളിതാ ചേച്ചിക്ക് നമ്മളെ ഇവിടുത്തെ ഓരോ സാധനത്തിന്റെ പേര് പറഞ്ഞുതരും. എന്നിട്ട് അതിന്റെ മലയാളം മംഗ്ലീഷിൽ നോട്ടുകൾ എഴുതി കൊടുക്കലാ പണിയിട്ട്. ഏക്ക് മിനിറ്റ് ഇതപ്പോ ഒരു പേജ് നമ്മൾ ഫുൾ ആയിക്കണ്. എവിടെയാ പേജ് ഇത് ദൂസര പേജ് അതെ ഇവിടെ നമ്മൾ തുടങ്ങിയിട്ടാ. അപ്പൊ ഇവിടെ എത്തിയേക്കണ്. കുറെ സാധനം പഠിപ്പിച്ചെടുത്ത് ട്യൂഷൻ എടുക്കാണ്. ഇവിടെ മേഘാലയയിൽ വന്നിട്ട് ട്യൂഷൻ എടുക്കാണ്. മലയാളം പഠിപ്പിച്ചിട്ട് നമ്മൾ പോണുള്ളൂ. ഫോട്ടോ പിക്കിൾ അച്ചാർ
നല്ല രസമുള്ള ഒരു ഗ്രാമപ്രദേശം. ഇവിടുത്തെ വീടുകളൊക്കെ ആയാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാശിരംഗ ഈ ഭാഗമൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ആയിട്ടുള്ള സ്ഥലമാണ്. फोटो पिक नहीं फोटो नहीं पिक मतलब एक जानवर है पिकल lepas main ni usni kan saya pok ang kita ha sahem nang size ha ഈ സ്ഥലം എന്ന് പറഞ്ഞത് മഴക്കാലത്ത് വെള്ളം കയറുന്ന സ്ഥലമാണ്. ഇത് കുറച്ച് ഹൈറ്റിലാണ് റോഡ്. പക്ഷേ ഇതിൻ്റെ തായ് ഭാഗത്തൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണ്. നമ്മളെ കണ്ട റിസോർട്ടിൻ്റെ ആ ഭാഗത്തൊക്കെ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കാരണം ആസാമിലൊക്കെ പറഞ്ഞാൽ ചെറിയ മഴ പെയ്താൽ തന്നെ വെള്ളം കയറുന്ന സ്ഥലമാണ്. പിന്നെന്താ പറയുക, ഇവിടെ നദികളും ഇതൊക്കെ കൂടുതലുള്ളൊരു സ്ഥലമാണ് ഈ ആസാമിൻ്റെ ഈ ഭാഗങ്ങളിട്ടാ. നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറായി ഇവിടെ ഇങ്ങനെ ഇരിക്കാനുണ്ട് ഈ മൂച്ചിൻ്റെ ചോട്ട്. ഇതിന്മേൽ നമ്മൾ തുടങ്ങിയത്, ഇതിൻ്റെ പേര് ചോദിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ എന്നോട് വെച്ച് നിങ്ങളുടെ നാട്ടിൽ കുറേ നാരികളൊക്കെ കുറേ ഇല്ലയെന്ന് വെച്ചാൽ പിന്നെ അതിൻ്റെ പേര് അറിഞ്ഞെടുത്ത് പിന്നെ ഒരു വെറ്റിലല്ലെന്ന് തോന്നുന്നു. അപ്പോൾ അടക്ക വെറ്റിലൊക്കെ പറഞ്ഞ് അങ്ങനെ തുടങ്ങിയതാണ്. കുറേ നേരം ഞങ്ങൾ ഇവിടെ ഇരിക്കണ്. കുറേ നേരത്തെ ട്യൂഷന് ശേഷം നമ്മൾ ഇവിടുന്ന് പോവാട്ടോ. ഓക്കെ ദീദി, ഓക്കെ. അഭി മലയാളം മാലും ആകാം. नेक्स्ट टाइम इधर आया बाकी एक दिन पूरा आदमी केरल में आओ मालूम. इधर ही आसाम में ध्रुवगढ़ रेलवे स्टेशन मालूम, उसके डायरेक्ट ट्रेन केरल में. उनके 3 दिन ट्रेन में 3 दिन. ഞങ്ങൾ വന്നിട്ട് ഏകദേശം 3.5 മണിക്കൂർ ഇവിടെ ഇരുന്നിട്ടാ. ഇന്നലെ നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് ചേച്ചിക്ക് കുറേ സാധനത്തിൻ്റെ പേരൊക്കെ നമ്മൾ എഴുതി കൊടുത്തിട്ട് വീഡിയോ അവസാനിപ്പിച്ചതാണ്. അടുത്ത ദിവസം രാവിലെയാണ് ഇപ്പോൾ നമ്മളിതാ നമ്മുടെ യാത്ര തുടരട്ടാ. നമ്മൾ പോകുന്നത് അരുണാചലിലേക്കാണ്. ഇന്ന് നമ്മൾ അരുണാചൽ എത്തുമെന്ന് അറിയില്ല. നമ്മൾ കാശിരംഗ നാഷണൽ പാർക്കൊക്കെ കടന്നു വേണം നമുക്ക് അരുണാചൽ പോകാൻ. ഇതിപ്പോൾ മേഘാലയയാണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഞാൻ കാണിച്ചു തരാം ബോർഡർ കിടക്കുന്നത്. ഞാൻ ഇന്നലെ ആ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ ഒരു ഡാമിൻ്റെ ഒക്കെ കാണിച്ചു തന്നില്ല. ഡാമിൻ്റെ അപ്പുറം വരുന്നത് ആസാമാണ്, ഡാമിൻ്റെ അപ്പുറം മേഘാലയട്ടാണ്. നമ്മളിപ്പോൾ ആസാം കടക്കും, ആസാം ബോർഡർ കടക്കുമ്പോൾ. അപ്പം നമ്മൾ രണ്ടാമത്തെ ദിവസം രാവിലെ ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ട് നമ്മൾ യാത്ര തുടരട്ടാ. നമ്മൾ കാശിരംഗ നാഷണൽ പാർക്ക് അതുവഴിയാണ് നമ്മൾ അരുണാചൽ പോകുന്നത്. ഇതാ ഈ കാണുന്ന പാലം, ഇത് നിൽക്കുന്നത് മേഘാലയ. എടാ ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ, ഈ കാണുന്ന പാലം ഇത് നിൽക്കുന്നത് മേഘാലയട്ടാ. ഇതിൻ്റെ അപ്പുറം ആസാമാണ്. അവിടെ വെള്ളം എന്ത് ക്ലിയർ വെള്ളം എന്നറിയോ. ഞാൻ ഇനിയിപ്പോൾ ഫോൺ എടുക്കണില്ല, ഫോൺ എടുക്കണ വണ്ടിയൊക്കെ ഓഫാക്കേണ്ടി വരും. നമ്മളെ ദൗക്കിൽ കണ്ടതുപോലെയുള്ള വെള്ളം ഇട്ടാ അതിൽ ചാടി കുളിക്കാനും പറ്റും, സേഫാണ്, ആഴല്ല. പക്ഷെ നമ്മളെ ഈ ഭാഗം എന്താ പാട് വെള്ളം. ഇതെന്നാ വണ്ടി അവിടെ നിർത്താൻ പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്ത് കാണിച്ചാൽ ഇത് ആകെ ഒരു ഭീകരത ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. ഇവിടെ തന്നെ നിർത്താൻ പറ്റുമോ നോക്കട്ടെ. ചെറുതായിട്ട് പോയിക്കോളൂ, പക്ഷെ ഇവിടെ അത്ര ക്ലിയർ ഇല്ല കേട്ടോ വെള്ളം. പക്ഷെ ഇവിടെ ഒരു രക്ഷയില്ലാത്ത വെള്ളമാണ്. ഞാൻ ഫോൺ എടുക്കേണ്ടി വരും. പൂള്, സ്വിമ്മിങ് പൂള് പോലെ അല്ലേ. വെള്ളം കണ്ടില്ല, അവിടെയൊക്കെ ചെറിയ ആഴം കാണുന്നുണ്ട്, പക്ഷെ സേഫാണ്, ഒഴുക്കും കാര്യങ്ങളൊന്നുമില്ല. അടിപൊളിയായിട്ട് ചാടി കുളിക്കാൻ പറ്റും. പിന്നെ പടിയുണ്ട് വെള്ളത്തിൻ്റെ ഭാഗങ്ങളിട്ടാ. ഇത് ഡാമാണ്. ഈ ഡാമിൻ്റെ ഷട്ടറുകൾ നമ്മൾ ഇന്നലെ റിസോർട്ടിൻ്റെ വീട് എടുത്തപ്പോൾ അവിടുന്ന് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ അതാ നമ്മൾ പാലത്തിൻ്റെ സെൻറ്ററിലുള്ളത്, അത് ആസാം, നമ്മുടെ അപ്പുറം മേഘാലയട്ടാ. ഇതുവരെ നമുക്ക് നല്ല റോഡാണ് കിട്ടിയിരുന്നത്. സംസ്ഥാനം മാറിയപ്പോൾ റോഡ് പോയിട്ടാ. മേഘാലയൻ്റെ റോഡ് നല്ല റോഡായിരുന്നു. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി പോയാൽ 3 കിലോ എന്ന് പറഞ്ഞ ടൗൺ ഉണ്ട്. അതാന്ന് തോന്നുന്നത് വലിയ ടൗണ് കിട്ടാനുള്ളത് നമുക്ക്. ഇവിടുത്തെ ചേച്ചിമാർ പറഞ്ഞതാണ് ചായക്കടിയത്തെ. എത്രത്തോളം വലിയ ടൗണാണെന്ന് അറിയില്ല. നമുക്ക് എണ്ണ അടിക്കണം വണ്ടിയിൽ. ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റൊക്കെ കണ്ടിട്ടാ. പക്ഷെ ഇത് നമ്മൾ ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് കിടക്കുകയാണ്, താഴേക്ക് ഇറങ്ങണമല്ലോ. ഇവിടെ വാച്ചും ഗേറ്റൊക്കെ ഉണ്ട്. ഇതൊക്കെ വലിയ വന്യമൃഗം ഇറങ്ങുന്ന സ്ഥലമാണ്. ജിനോ ആനയായിട്ട് ഇറങ്ങുമോ ഇവിടെ അറിയില്ല. ഏതായാലും ഒരു വ്യത്യസ്തമായ കാഴ്ച. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമ്മൾ ആ ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങുകയാണ്, ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് കടക്കണമെന്നൊരു ഐഡിയ ഇല്ല. കണ്ടിട്ട് അകത്തേക്ക് കടക്കുന്ന ഒരു ഫീലാണ് തോന്നുന്നത്. അല്ലേ ജിനോ?
പക്ഷെ ഇവിടെ ഒരു ടൗൺ വരുന്നുണ്ടല്ലോ കുറച്ച് കഴിഞ്ഞേക്ക് 3 കിലോ പറഞ്ഞിട്ട് 7 കിലോമീറ്റർ പോയാലാന്ന് തോന്നുന്നു ആ ടൗൺ വരുന്നത്. ആനവറും ഐരാവതം അത് ഇതല്ല കറണ്ടിന്റെ വയറല്ലേ, സർവീസ് വയറല്ലേ. ഇവിടെ കറണ്ട് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടാവില്ലേ, ഇവിടെ ലൈൻ കമ്പി മുകളിൽ കാണിയല്ലോ, കറണ്ടിന്റെ വയറാണെന്ന് തോന്നുന്നുണ്ട്. ഒരു ചെറിയ മന്ദിർ, അത് മന്ദിര വീടാത് മന്ദിർ. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ നമുക്ക് ടെൻ്റ് അടിക്കട്ടെ ചോദിച്ചത്, മന്ദിറിന്റെ സൈഡിലൊക്കെ. പക്ഷെ ഇത് നമ്മൾ കണ്ടിട്ട് കാട്ടിലേക്ക് കിടക്കുന്ന ഒരു ഫീലാണ് തോന്നുന്നത്. പക്ഷെ കാശിരംഗല്ല, കാശിരംഗവുമായി ബന്ധപ്പെട്ട ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളാണ്. കാശിരംഗയിലേക്ക് ഇനിയും കുറച്ച് ഓടാണ്ട്. കാശിരംഗ പോയിട്ട് നമുക്ക് സഫാരി എടുക്കണം അവിടുന്ന്. കാണ്ടാമൃഗത്തിന് ഞാൻ കണ്ടിരിക്കുന്നത് സൂന്നാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ നേപ്പാൾ പോയിട്ട് കാണാൻ പറ്റിയിട്ടില്ല നമുക്ക്. പക്ഷേ കാശിരംഗ കാണ്ടാമൃഗങ്ങൾ വിലസുന്ന കാടാണ്. കാണ്ടാമൃഗം കൊണ്ട് ഫേമസ് ആയ ഒരു കാടും കൂടിയാണ് കാശിരംഗ നാഷണൽ പാർക്ക് അസ്സാമിലെ. അപ്പോൾ അവിടെ നമുക്കൊരു സഫാരി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഈറ്റമരൊക്കെ ഉണ്ട്. ഈറ്റൊക്കെ ഉണ്ടെങ്കിൽ ആന ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. പക്ഷെ നമ്മൾ മേഘാലയ പോയ സമയത്ത് ഈറ്റക്കാട് ഉണ്ടായിട്ടും ആന ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവിടെ ഈ വാച്ചിങ് ടവറൊക്കെ അങ്ങനെ ഹൈറ്റിൽ കെട്ടിയോണ്ടൊക്കെ ഡൗട്ട് ആന ഉണ്ടാവുമോ എന്ന്. നമ്മളിങ്ങനെ പോകുമ്പോൾ കണ്ടൊരു കാഴ്ചയായിട്ടത് കരിങ്കല്ല് കൽക്കരിയാൻ തോന്നുന്നുണ്ട്. കൽക്കരി ഇങ്ങനെ തന്നെ ഉണ്ടാക്കൽ എടുക്കലെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. കൽക്കരിയാൻ തോന്നുന്നുണ്ട്, പക്ഷെ കരിങ്കല്ലാണ് സംഭവം കാണാൻ. കൽക്കരി തന്നെ ശരിയാണ്. പിന്നെ എന്തിനാ കല്ലിന് പേരിട്ടിക്കണത്? കൽക്കരി തന്നെയാണ്. ഞങ്ങൾ കുറേ ഇങ്ങനെ യാത്ര ചെയ്ത് നമ്മളെ വലതുഭാഗത്തൊക്കെ ഇങ്ങനെ ഡാമിൻ്റെ ചെറിയ ചെറിയ കാഴ്ചകളുണ്ട്. പക്ഷെ ഡാം നമ്മളോട് അകന്ന് പോയിട്ടാ, കുറേ ലോങ് ആയി പോയി. ഇതാന്ന് തോന്നുന്നുണ്ട് 3 കിലോ എന്ന് പറഞ്ഞ ടൗൺ. അവിടെ ഓട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മേഘാലയയിൽ അങ്ങനെ ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നില്ല. മേഘാലയയിലൊക്കെ ടാക്സി ഒക്കെ പറഞ്ഞാൽ അൾട്ടോ കാറായിരുന്നു. പക്ഷെ ഇവിടുത്തെ സ്റ്റാൻഡിൽ ഒരുപാട് ഓട്ടോകൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ, ഓട്ടോറിക്ഷ. ത്രീ KM എന്ന് പറഞ്ഞ ടൗണ്, 3 കിലോമീറ്റർ എന്ന് പറഞ്ഞൊരു ടൗണിൻ്റെ ബോർഡുണ്ട്. ആ ടൗണാണിത്. ചെറിയൊരു ടൗണ്. ഈ റൂട്ടിനെ സംബന്ധിച്ച് വലിയ ടൗൺ തന്നെ പറയേണ്ടി വരും. ഫുള്ള് മരം കൊണ്ടാണ് ടൗണും കാര്യങ്ങളൊക്കെ. കടകളൊക്കെ മരം കൊണ്ടാണ്. തുലാസൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ തുലാസുകളൊക്കെ നമ്മളെ പഴയ മറ്റേ എന്താ പറയുക, ചങ്ങലമൊക്കെ തൂക്കിയിട്ടുള്ള തുലാസ് ഉണ്ടല്ലോ, ആ ശിഷ്ടാണ്. റോഡ് പറ്റ പോയി കിടക്കട്ടോ. നമുക്ക് റൈറ്റ് ആവുമോ നേരക്കാവുമോ? ശരിക്ക നേരക്കുണ്ടാവും വിചാരിക്കാം. അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിത് ജംഗ്ഷനിലെത്തി. ഫോറസ്റ്റ് ചെക്കിങ് ഗേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വനമേഖല കടന്നിട്ടാവും നമ്മൾ വന്നിട്ടുണ്ടാവില്ല. ഇപ്പോൾ റോഡ് നല്ല റോഡായിട്ടാണ്. കുറേ യാത്ര ചെയ്ത് സമയം 1 മണി ആയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ നല്ല തണുത്ത കാലാവസ്ഥയാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പൂതിയായിട്ട് നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാൻ കയറിയാട്ടോ ഒരു ഹോട്ടലിൽ. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ അത്യാവശ്യം ഉപ്പേരി കാര്യങ്ങളൊക്കെ കാണുന്ന പ്ലേറ്റില്ല, അങ്ങനെ കഴിക്കാൻ നല്ലൊരു കിടിലൻ വൈബ് ഇട്ടാണ്. ഫുള്ള് ഇതിന് മുകൾ ഭാഗം കാണിച്ചു നോക്കാൻ മരമാണ്, ഫുള്ള് മരം ഷീറ്റൊക്കെ ആയിട്ട് നല്ലൊരു വൈബ് സ്ഥലം. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഫുഡ് കഴിക്കട്ടെ. ഫുഡ് എന്താണെന്ന്, ചോറിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്ന നമുക്ക് കിട്ടിയിരിക്കുന്ന ചോറ് ഇട്ടാ, ചോറ്, കറി, മീനിൻ്റെ ഇതുണ്ട്, ചീരൻ്റെ ഇല ഉണ്ട്, പിന്നെ വൈതനയും തോന്നുന്നുണ്ട്, ഉപ്പേരി. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പോട്ടെ. ഞാനൊരു മട്ടൻ എടുത്തു കൊടുന്നു, മട്ടൻ ഗ്രേവി, നല്ല ടേസ്റ്റുള്ള മസാല. ഇവിടുത്തെ ഹോട്ടലിൽ പറഞ്ഞ ഒരു വൈബാണ്. ഇങ്ങനെ ഇരുന്ന് നമ്മൾ എണീറ്റ് പോലെ ഇങ്ങനെ ഇരിക്കും അവിടെ ഇരുന്ന് കുറേ സമയം. അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഹോട്ടലുകൾ.
സമയം ഇപ്പോൾ ഉച്ചക്ക് 1 മണിയായി. നമ്മൾ ആ റോഡുണ്ടല്ലോ, രാവിലെ ഇറങ്ങിയ റോഡ്, ഓഫ് റോഡ് കുറേ സമയം എടുത്ത് നമ്മൾ എത്താൻ. അത്രയും മോശമായിരുന്നു റോഡ്. ഇവിടെയൊക്കെ അത് വന്യമൃഗങ്ങൾ റോഡ് ക്രോസ് ചെയ്യണ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ വന്യമൃഗങ്ങൾ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. നമ്മളെന്തായാലും കാശിരംഗ സഫാരി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പനിമൂർ എന്ന് പറഞ്ഞ ഒരു ഫോറസ്റ്റിലേക്കാണ് കടന്നിട്ടുള്ളത്. അസാമിലെ ഇതൊക്കെ കാശിരംഗയുടെ ഒരു എന്താ പറയുക അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ നമ്മളിങ്ങനെ വനത്തിലൂടെ ഇങ്ങനെ യാത്രയുണ്ട്, വന്യമൃഗങ്ങളൊന്നും നമുക്ക് കിട്ടണില്ല. ആ ടൗണ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ വനത്തിൻ്റെ അകത്ത് എത്തിയിട്ടാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ കണ്ടതാണ് മീൻ പിടുത്തം നടക്കുക കേട്ടോ. അവിടെ കൊട്ടയിലും ഇതിലൊക്കെ അങ്ങനെ കോരിയിട്ട് ചെറിയ ചെറിയ പരൽ മീനാണെന്ന് തോന്നുന്നു പിടിക്കണത്. കുറേ ആളുകളുണ്ട്. ചെറിയ ചെറിയ പരൽമീനാണ്. നമ്മളെന്തായാലും പോവുക ഇവിടുന്ന്. ഇവിടെ നമ്മൾ ഫോറസ്റ്റ് കിട്ടൽ തുടങ്ങിയ പക്ഷേ ആദ്യമായിട്ട് കുരങ്ങന്മാരെ കാണുന്നത് അത് ഈ വനത്തിലാണ് കുരങ്ങന്മാരുള്ളത്. ഇതിന് മുന്നേ നമ്മൾ കുറേ ഫോറസ്റ്റ് കടന്നുണ്ടെങ്കിൽ നമ്മൾ കുരങ്ങനൊന്നും ഇവിടുന്ന് കണ്ടിട്ടില്ല. ഇവിടെ സമാധാനിക്കാൻ അതെങ്കിലും ഉണ്ട്. ഇതായിരിക്കണ ഒരുത്തെ ഡാ അവിടെ ഒരാൾ കുരങ്ങന്മാർക്ക് ഫുഡ് എടുക്കാൻ വന്ന കേട്ടോ. അടക്കാണ് മൂപ്പരെ ബൈക്കുമ്പോൾ എല്ലാവരും കയറി കൂടിയിരിക്കണ്. കൂട്ടമായിട്ട് മൂപ്പര് പായറ്റ് വന്നാട്ടെ ഇവർക്ക് കൊടുക്കാൻ. മൂപ്പരെ വണ്ടിയും വളഞ്ഞേക്കണ്. പഴം കൊടുത്തു കഴിഞ്ഞ് ലാസ്റ്റ് ചെറുത് വന്നിട്ട് ഇതിലുണ്ടോന്ന് തപ്പി നോക്കുക കേട്ടോ. ഓക്കെയോ മനന? നിറച്ച് റോട്ട് ഇപ്പോൾ മൂപ്പര് വന്നേരം ഫുള്ള് കുരങ്ങന്മാരായി ഇവിടെ. ആടാ ഈ സാധനം പാമ്പ് ചതഞ്ഞറിഞ്ഞ് പോകാനായിട്ടില്ല. ഞങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. ഇവിടെ കണ്ടിട്ട് ശംഖുവരയനാന്ന് തോന്നുന്നുണ്ട്. നോക്കണി ഒരു പാമ്പ് വണ്ടി കയറി ചതണ്ട്. പാമ്പിന്റെ മുള്ളൊക്കെ കാണി മീൻ്റെ മാതിരി. കണ്ടിട്ട് കളറ് കണ്ടിട്ട് ശംഖുവരയനാന്ന് തോന്നുന്നുണ്ട്. അത് രാജവമ്പാലയാണോ ചെറുത്? है बनाना है, बनाना है ये स्नेक है. ठीक है. केरला से. केरला मलप्पुरम. केरला में आया एर्नाकुलम अलग डिस्ट्रिक्ट है. एर्नाकुलम में आया केरला तिरुवनंतपुरम. हाँ काम का. अब ये स्कूटी से आया. हाँ अभी 7 महीना हो गया. 7 महीना. नाम വിശ്വജിത് മജുംദാർ. വിശ്വജിത് മജുംദാർ. ഇവരായിട്ട് നേരത്തെ നമ്മളെ കുരങ്ങനക്ക് ഫുഡ് കൊടുത്തിരുന്ന ആള്. പക്ഷെ നമ്മള് കഴിയാൻ നേരത്തെ അങ്ങോട്ട് ചെന്നത്. മലയാളം അറിയും. എത്ര വർഷം കേരളത്തിൽ ജോലി ചെയ്ത്? 12 വർഷം കൂടെ. 12 വർഷം. ആ മലയാളം അറിയും. विश्वजीत मजूमदार. मेरा नाम इधर मन्नंतला है ना. मन्नंतला तिरुवनंतपुरम जंक्शन से पट्टापारा रोड. पेटा से पेटा जाना नहीं चाहिए.
छोटा से सर्च करके जाना चाहिए। ये स्कूटी से आप लोग ट्रेवल कर रहे हैं? हाँ इंडिया टू ऑस्ट्रेलिया जाएगा। अभी इंडिया में 90 स्टेट, नेपाल भूटान हो गया अभी। नेपाल भूटान हो गया, इंडिया में 90 स्टेट हो गया। 90 स्टेट हो गया। अभी कहाँ जाना है? अभी आसाम पहला विजिट, बाद में मेघालय जाएगा, इधर वापस बाद में अरुणाचल। बात तो सही है। ये काशीरंगा कितना दूर है? ये एरिया में जानवर है? इधर में आपका हफ्ते एलिफेंट मिलेगा, एलिफेंट रात को मिलेगा लेकिन। रात का ऐसा टाइम नहीं है। नहीं। और टाइगर, हाँ? टाइगर लेपर्ड ऐसा वाला अभी नहीं। ऐसा इधर में नहीं है। आप हमेशा आप काजीरंगा जाना पड़ेगा। काशीरंगा जाना है। काजीरंगा यहाँ से ज़्यादा दूर तो नहीं है, लेकिन 150-200 किलोमीटर इसके कुछ होगा। यहाँ से काजीरंगा होगा, वहाँ पे काजीरंगा जाना पड़ेगा। जाएगा क्या? काजीरंगा तक जाएगा? काशीरंगा कल जाएगा। कल। अभी कहाँ पर रहेगा? अभी इधर स्टे करना तो जगह है, स्टे होटल में रहेगा? होटल है, टेंट लगा दिया। तेरी टेंट लगा दी जगह है? टेंट है मेरे पास। हाँ हाँ टेंट लगा दो जगह है। हाँ, में मिल जाएगा, लेकिन आप लोग ऐसे रहने से तो अच्छा है, बेटर होगा। हर जगह में तो ठहरना नहीं चाहिए, लेकिन टाउन साइड में रहना तो अच्छा है। लंका में यहाँ से जाएगा तो सीधा लंका जाएगा। ठीक है। अभी लंका में गाड़ी भी रेस्ट हो जाएगा। आप लंका में रूम है? उधर में रूम मिल जाएगा। ठीक है, ठीक ओके है भैया। ഓക്കെ. താങ്ക് യു. ഇവിടെ ആന ഉള്ളൂ എന്ന് മൂപ്പര് പറഞ്ഞിട്ട്. ഈ വനത്തിൽ ചെക്ക് പോസ്റ്റൊക്കെ ഉള്ള തമ്മിൽ അവിടെ എഴുതി വെച്ചിരിക്കണ്. അതും ഈ സമയത്ത് കാണാൻ സാധ്യതയില്ല, രാത്രിയൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ലങ്കയിലെത്തി. ശ്രീലങ്കയിലെത്താ, ആസാമിൽ ലങ്ക എന്ന് പറഞ്ഞ സ്ഥലത്ത്. നമുക്ക് ഇവിടെ ഒരു സ്റ്റേ എടുക്കേണ്ടി വരും, കാരണം ഇവിടെ നിന്നാണ് വിട്ട് കഴിഞ്ഞാൽ മാപ്പ് കാണിക്കുമ്പോൾ ഒക്കെ ഒരു വിജനമായ സ്ഥലങ്ങളാണ്. പിന്നെ നെറ്റും കൂടി കിട്ടൂല. ഞാനിപ്പോൾ 4 ദിവസമായി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇതുവരെ അത് അപ്ലോഡ് ആയിട്ടില്ല. നെറ്റ്വർക്ക് അത്രയും സ്ലോ ആണ്. ഇവിടെ എവിടെയെങ്കിലും ഇപ്പോൾ ഇവിടെ സമയം 3:30 ആയിട്ടുണ്ട്. ഇവിടെ 4:30-4:45 ആകുമ്പോഴത്തേനും ഇവിടെ ഇരുട്ടാവും. യാത്രയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് യാത്ര ചെയ്യാം. പക്ഷെ നമുക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഒന്നും സ്റ്റേ കിട്ടൂല. ഇനി ഈ ടൗണിൽ തന്നെ സ്റ്റേ ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അത്ര വലിയൊരു ടൗണായിട്ട് കാണുന്നില്ല, അത് ചെറിയ ചെറിയ ബിൽഡിങ്ങാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ ലങ്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് റൂം എടുത്തിട്ട് അവിടെ എന്താ പറയുക, പല ലോഡ്ജും ഇവിടെ ഒരു കല്യാണം ഉണ്ടായിട്ട് ഒക്കെ ബുക്കിംഗ് ആണ്. ലാസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടിയത് 800 രൂപയ്ക്ക് കിട്ടിയ റൂം. നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, രാത്രി ഉള്ളിൽ കയറ്റിയിടാറുണ്ട്. ഇവിടെ ചിക്കനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെക്കുന്ന ഒരുപാട് ഷോപ്പുകളിലിട്ടാം. നമ്മളൊരു ചില്ലി ചിക്കൻ പറഞ്ഞിട്ടുണ്ട് 60 രൂപ പ്ലേറ്റിന് പറഞ്ഞപ്പോൾ, ജസ്റ്റ് അത് മാത്രമേ ടേസ്റ്റ് നോക്കാൻ. അത് കഴിഞ്ഞാൽ നമ്മളിവിടെ മാർക്കറ്റ് മൊത്തം നടന്ന് കാണും. ചിക്കനൊക്കെ കഴിച്ച് നമ്മൾ വെറുതെ നടക്കാൻ ഇറങ്ങിയാട്ടാ. ഈ ടൗൺ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ ടൗണ് പോലെ തന്നെ, കാര്യമായിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഏകദേശമൊക്കെ നമ്മളെ നാടിൻ്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട് ഇവിടെ. കാലാവസ്ഥ ആണെങ്കിലും തണുപ്പുമല്ല ചൂടല്ല, ഒരു നോർമൽ കാലാവസ്ഥയാണ്, ഒരു സുഖമുള്ള കാലാവസ്ഥയാണ്. നമ്മളിവിടുത്തെ സ്ട്രീറ്റ് ഫുഡൊക്കെ നോക്കാൻ ഇറങ്ങിയാട്ടെ. ഇവിടെ പൊരിക്കടികൾ വെക്കണേ. പൊക്കോട കുറേ ദിവസമായി കിട്ടിയിട്ട്, പൊക്കോട ഒന്ന് കഴിച്ച് നോക്കാം നമ്മൾ. ഇതിവിടുത്തെ മാർക്കറ്റാട്ടാ, ഫുള്ള് തെരുവിലാണ് പരിപാടി. ഏറ്റവും കൂടുതൽ ഇവിടെ എന്താണെന്ന് പറയുക, പച്ചക്കറിക്കായും കൂടി അടക്ക, വെറ്റില, പോല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ വിൽക്കണത്. അതിൻ്റെ സ്മെല്ലാണ് ഇവിടെ ഭയങ്കരമായിട്ട്, അടക്കൻ്റെ സ്മെല്ല്, നീറ്റടക്കൻ്റെ സ്മെല്ലാണ്. പക്ഷെ ഇവിടെ സാധനങ്ങൾക്കൊക്കെ വളരെ വില കുറവാട്ടാണ്. വളരെ എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റിലുള്ള റേറ്റ് ഉണ്ടല്ലോ, ആ റേറ്റൊക്കെ ഉള്ളൂ. മറ്റേ സ്ഥല ചെല്ലങ്ങളൊക്കെ ഭയങ്കര റേറ്റാണ്. ഇവിടെ സാധനത്തിനൊക്കെ മര്യാദ റേറ്റേ ഉള്ളൂ. ഉരുളക്കിഴങ്ങ് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിഞ്ഞപ്പോണ് ഉരുളക്കിഴങ്ങ്, ഉള്ളി, തക്കാളിയാണ്. ഇവിടെ ഉണക്കമീൻ്റെ സെക്ഷനാണിത്.
തിരിച്ചു പോകാം നമ്മൾ. കണ്ടപ്പോൾ ഈ ടൗണിൻ്റെ ഫുള്ളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വീഡിയോ എടുത്താട്ടോ. അതൊക്കെ പച്ചക്കറി മാർക്കറ്റൊക്കെ ആരും കാണാത്തൊന്നുമല്ല, എന്നാലും ആസാമിലൊരു മാർക്കറ്റ് കാണിക്കാച്ചിട്ടാണ്. ഇതിന് മാർക്കറ്റിൻ്റെ അകത്ത് കൂടുതൽ ആളുകൾ സാധനം വാങ്ങാൻ വരുന്നത് സൈക്കിൾ മേലാണ്. ഇവിടെ എന്താ പറയുക, വീഡിയോ എടുക്കാനും ശ്രദ്ധിക്കണം, ഫോൺ വലിച്ചാണ്ട് ഓടും ചിലപ്പോൾ. പിന്നെ പലചരക്ക് കടകളാണ് ഒക്കെ. സാധനം ഇന്ന് മാർക്കറ്റിൻ്റെ ദിവസമാണ്, ചന്തൻ്റെ ദിവസമാണെന്ന് അറിയില്ല, എല്ലാ സാധനം പുറത്താണെന്നുള്ളത്. അത് അവിടെ എന്ന് എങ്ങനെയാണെന്നുള്ള അതും അറിയില്ല നമുക്ക്. പന്തലൊക്കെ ഇട്ടിക്കണം കേട്ടോ മുകളിൽ, പായൊക്കെ വലിച്ചെട്ടിട്ട്. ഈ സൈഡ് മുളക് മാത്രം, മുളക്, മസാലപ്പൊടികൾ. മാർക്കറ്റിലൊക്കെ പോയി ഒന്ന് നമ്മൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്താട്ടാ. കണ്ടിട്ട് വല്ല കുഴപ്പമൊന്നുമില്ല, കഴിച്ചു നോക്കട്ടെ എന്താ പാടുന്നുള്ളത്. സാധനം നമ്മൾ വിചാരിച്ച പോലെ കേട്ടാ, ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ ബിരിയാണിയോട് ചെറിയൊരു സാമ്യമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നാളെ നമ്മൾ കാശിരംഗ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.